വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പം ഞങ്ങളിന്ന് പുറത്തു പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്ലൈമറ്റാണ്. 15, 16, 13 അതൊക്കെ കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വെറുതെ വീട്ടിലിരിക്കാൻ തോന്നുന്നതേ ഇല്ല. അപ്പോൾ ചാടി പുറത്തിറങ്ങി. തണുക്കുന്നില്ല. കൈയൊക്കെ നോക്കൂ, സാധാ ജാക്കറ്റൊക്കെ ഇട്ടേക്കണേ. എന്നിട്ട് ചേച്ചി ജാക്കറ്റൊക്കെ തുറന്നൊക്കെ ഇട്ടേക്കുന്നു. ഇല്ല, ചേച്ചി എന്തോ കള്ളത്തരം കാണിച്ച് സിക്ക് ലീവ് എടുത്തേക്കണേ. അപ്പോൾ ഞങ്ങള് പുറത്ത് പോവാണ്. എവിടെ പോണെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ പോകാത്തൊരു ഭാഗത്തേക്ക്. എന്താണ് ഹലാത്തർ ഹലാ ഫോറം ക്രാക്കോ ഐ അങ്ങനെ പറഞ്ഞ എന്തോ ഒരു സ്ഥലത്തേക്കാണ് ചേച്ചനെ കൊണ്ടുപോണത്. അപ്പൊ ഞാൻ ഇതുവരെ പോകാത്തൊരു ഭാഗമാണ്. അപ്പൊ ഓർത്ത് ഇതാ പിന്നെ വ്ളോഗ് എടുക്കാം, നിങ്ങളെ കാണിക്കാലോ. നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, ആദ്യം പോകുന്നതും നീ ഇതുവരെ പോകാത്തതുമാണ് ആണല്ലേ. ഇപ്പൊ ചത്താരെ ചേച്ചി പറയണത് എല്ലാവരും ആദ്യം പോകുന്ന സ്ഥലം ഞാൻ ഇതുവരെ പോവാത്ത സ്ഥലം എന്നാണ്. എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല, ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല. അപ്പം പോവാം. സ്കേറ്റിംഗ് ഓൾറെഡി പോണോ? വേണ്ട. എന്താ തലത്തിൽ താഴെ വീഴോ? പിന്നെ രണ്ട് അത് കാണണം, അതൊക്കെ എൻജോയ് ചെയ്യണം. നടുവടിച്ച് വീണം നടുവടിഞ്ഞിട്ട് ഒരു പുറത്ത് എന്നിട്ട് നീ അവിടെ നടുവടിഞ്ഞ് കിടക്കുന്ന സമയത്ത് അപ്പം നിനക്ക് മനസ്സിലാവും എൻ്റെ വില. നമ്മളിവിടെ എത്തി. പക്ഷെ വിശന്നിട്ട് കുടലും മണ്ണോ കത്തുന്നു. ഞങ്ങൾക്ക് അല്ലെങ്കിലും പുറത്തിറങ്ങി കഴിഞ്ഞാൽ വിശപ്പിൻ്റെ അസുഖം എവിടെ എന്തൊക്കെയോ വരും. അത് എനിക്ക് ചേച്ചിക്ക് ഒരുപോലെ ഉള്ളത് അസുഖമാണ്. തനിക്കുണ്ട്, ചേച്ചിക്കുണ്ട്. അപ്പോൾ ഈ സ്ഥലം കാണാൻ ഭംഗിയില്ലേ. ജൈൻ വീലിൽ കയറുന്നെങ്കിൽ ആഗ്രഹമുണ്ട്, പക്ഷെ ചേച്ചിക്ക് പേടിയാന്ന് പറഞ്ഞിട്ട് കയറുള്ളൂ. ഇവൾക്ക് പിന്നെ ഒട്ടും പേടിയില്ല. പുറകിൽ സൈക്കിൾ പക്ഷെ എനിക്ക് പേടിയില്ല. ചേച്ചി ഉണ്ടെങ്കിൽ ഞാൻ കയറുന്ന 4 തവണ കയറി. 4 തവണ കയറി. അട്ടെ എനിക്ക് വേണ്ടി ഒന്നും കൂടി കയറുന്നില്ല. നീ എടുക്കുന്നതിന് എടുക്കുന്നു, അതും കൂടെ എടുക്കും. നോക്കൂ, കാണുന്നുണ്ടോന്നറിയില്ല. അവിടെ ഒരു ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞങ്ങളൊരു ഫുഡ് കട എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചില്ലെങ്കിൽ എനിക്ക് എരിച്ചിലെടുക്കുക. തപ്പി പോട്ടെ. ഇത് ഫ്ലോട്ടിംഗ് റിസോർട്ട് അല്ലേ? സ്റ്റേ അല്ലേ? ഞാൻ ആക്ച്വലി ഇത് കണ്ടിട്ടുണ്ട് ഇവിടെ യൂട്യൂബില്. ഞങ്ങൾ കാശ് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇവിടെ ഞാനും ചേച്ചിയും കൂടെ ഒന്ന് ദിവസം നിൽക്കും അല്ലേ ചേച്ചി? പുഴയുടെ നടക്കിരിക്കണ്ടേ? നമ്മുടെ വീട്ടില് പുഴയില്ലല്ലോ. ബലൂണില് കയറണം. അതിൽ കയറിട്ടോ ചേച്ചി? ഇല്ല. ഈ ബലൂണിൽ കയറി അവർ നല്ല ഹൈറ്റിൽ കൊണ്ടുവരും. അപ്പൊ നമുക്ക് ക്രാക്ക് ഫുൾ കാണാൻ പറ്റുമെന്ന് പറയപ്പെടുന്നു. കണ്ടിട്ടില്ല. ഒരു സ്പോട്ടും കിട്ടാതെ അവസാനം ഞങ്ങൾ സ്ഥിരം ഞങ്ങളുടെ സ്പോട്ടായ ലൈക്കോണിക്കിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ സ്ഥിരം കിറ്റ്കാറ്റ് ക്രോസോൺ മറ്റേ ക്രോസോണൊക്കെ ഉണ്ട് ചേച്ചി. ബട്ടർ ക്രോസോൺ ആൻഡ് ന്യൂട്ടെല്ല ക്രോസോൺ അല്ലേ ചേച്ചി? അവരതിൻ്റെ ഉള്ളിൽ ന്യൂട്ടെല്ല ഇങ്ങനെ നിറച്ചിട്ട് കടിക്കുമ്പോൾ ഇങ്ങനെ ഒഴുകി വരും. അതറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും നമ്മളന്ന് കിറ്റ്കാറ്റ് വാങ്ങിച്ചതും പിസ്താഷ്യോ വാങ്ങിച്ചതും എല്ലാം അതിൻ്റെ ഉള്ളിൽ അങ്ങനെ തന്നെയായിരുന്നു. അപ്പം
ഞങ്ങൾ 2 എണ്ണം ഒരു പ്ലെയിൻ ആയിട്ട് വെച്ചാൽ അതിൽ നിന്ന് ബാക്കിയത്തിലേക്ക് പുരട്ടി തിന്നു. യാ ചേച്ചി അതിൻ്റെ ഉള്ളിലുള്ള മുഴുവൻ തിന്നും, പക്ഷെ ഞാൻ തിന്നില്ല. എനിക്ക് മട്ടിക്കും, പിന്നെ ഒന്നും തിന്നാൻ പറ്റില്ല. ഇല്ലേ, നമ്മൾ ഇനി ഇവിടെ കുറച്ചേരം സ്പെൻഡ് ചെയ്തിട്ട് അടുത്ത ഫുഡ് സ്പോട്ടിലേക്ക് പോകണം. നമ്മളെ ബഫലോ വിങ്സ്. ബഫലോ വിങ്സോ? അത് കഴിക്കുന്ന സാധനം. ആ, വേറെ എവിടെയാ പോണേ? അത് ആ പേര് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റില്ല. അതല്ലേ ഞാൻ പറഞ്ഞത്, അവിടെ എത്തി. കബാബ് ഉണ്ട്. ഞങ്ങൾ നടന്ന് ഞാൻ യൂട്യൂബിൽ കണ്ടൊരു സ്ഥലത്തെത്തി. ആക്ച്വലി ഇവിടെ നിന്ന് ഷെബക്കാങ്കേന്ന് ഇതേക്കണുണ്ടോ, അത് കിട്ടും. ഇവിടുത്തെ ഒരു മെയിൻ ഫുഡാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു ഷോർട്സ് ചെയ്തിട്ടുണ്ട്. ഷെബക്കാങ്ക ഞാൻ അറിയാണ്ട് ഓർഡർ ചെയ്ത് പോയത്, മനഃപൂർവ്വമല്ല. ഓർഡർ ചെയ്ത് വന്നപ്പോൾ അത് കൈ കിട്ടിയതൊരു ഷോർട്സ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ സ്പോട്ട്. ഇവിടെയാണ് മെയിനായിട്ട് ഷെബക്കാങ്ക കിട്ടുന്ന സ്ഥലം. അങ്ങനെ ഞങ്ങൾ വഴി തെറ്റിയാണെങ്കിലും ഇവിടെ എത്തി. പക്ഷെ ഞങ്ങളുടെ ഭക്ഷണം കഴിക്കാനുള്ള ഉദ്ദേശം ഇവിടെയല്ല, വേറെ എവിടെയോ ആണ്. ഈ സ്പോട്ട് ചുറ്റിക്കിടക്കുന്ന ഫുഡ് സ്പോട്ടുകൾ, അതായത് റെസ്റ്റോറൻറ്റ്സ്. ആക്ച്വലി ഇതൊക്കെ അടച്ചു തുടങ്ങിയതല്ല, അടച്ചു. ഞങ്ങളുടെ മുഖം കണ്ടോന്ന് അറിയില്ല. വി ആർ ലേറ്റ് ഗൈസ്, വി ആർ അൺഫോർച്ചുനേറ്റ്ലി ലേറ്റ്. എപ്പോഴും പോലെ ലേറ്റ് ആണ്. കാരണം എന്താ, ചേച്ചിയുടെ മേക്കപ്പ് തീരുന്നില്ല. പറയണമെന്നുണ്ട് ബാത്റൂമിന്റെ സ്റ്റോറി. ആ ചേച്ചി ബാത്റൂമിൽ ബർഗറൊക്കെ. ചേച്ചി ബർഗർ കൊള്ളൂല. ഒരു ദിവസം ഇവിടെ ഫുഡ് കഴിക്കാൻ വരാവേ. എല്ലാ കടയിലും കയറി ഫുഡ് കഴിയുമ്പോൾ ഈ ചുറ്റില് കടയല്ല, ഈ മെയിൻ ഇതിൻ്റെ ഉള്ളിലുള്ള സ്ട്രീറ്റ് ഷോപ്സ്. Would you want to put on a bit, maybe? Something to cover your shirt? Yeah. അതിൻ്റെ ആവശ്യമുണ്ടോ? കുറച്ച് ഓവറായില്ലേ? കേട്ട് ചോദിച്ചതല്ലേ, ചോദിച്ചു വാങ്ങിയിട്ടിരിക്കുകയാണ്. എനിക്കൊക്കെ വേണ്ടിക്കുന്തോ പയ്യെ. ചേച്ചൊരു യുദ്ധത്തിന് ഇറങ്ങാൻ പോവാണ് ബഫലോ വിങ്സിന്റെ. എനിക്ക് കിട്ടും, ഞാൻ കിട്ടത്തില്ല. അയാൾ ചോദിച്ച വേണമെന്ന് അപ്പൊ തന്നെ ചാടിക്കറി. ഒരു ക്യാരറ്റ് ഇനി കഴിച്ചു നോക്കൂ. കൊള്ളാം. കഴിച്ച റോഡ് സൈന്ന് കഴിച്ചതിൻ്റെ അരികത്ത് തരാം. ഇറ്റ്സ് ഗുഡ്. എന്നെങ്കിൽ രണ്ടാമത്തെ ഐറ്റം എത്തിക്കഴിഞ്ഞു. ഒരാൾ കഴുത്തേക്ക് ഇട്ടിരിക്കണ കുറേ നേരമായി. അടിപൊളി പ്രൈസാ. പറ്റില്ലേ? നെക്സ്റ്റ് ആണ് ടേസ്റ്റ് ചെയ്യാം. എല്ലാം കണ്ടിട്ട് ഒരേ സോസ് തോന്നുന്നു. നല്ല, ദിസ് ഇസ് ഗുഡ്.
ലാസ്റ്റ് അവർ ഞങ്ങൾക്ക് വൈൻ തന്നു. എന്താ കോംപ്ലിമെന്ററി അല്ലേ? ഇതെന്ത് അവസാനം ഒരു വൈൻ. ഇത്രയും പൈസ കൊടുക്കുന്നില്ലേ എനിക്ക്. Cheers. ഏതാ 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 എന്താ ചേച്ചി? അപ്പൊ ഇന്നത്തെ കറക്റ്റ് അവസാനിപ്പിച്ച് ഞങ്ങൾ വീട്ടിൽ പോവാണ്. ബൈ, നെക്സ്റ്റ് വീഡിയോ കാണാം.